രാഷ്ട്രീയത്തിലെ സുപരിചിതനായ നേതാവാണ് വരുൺ ഗാന്ധി. സഞ്ജയ് ഗാന്ധിയുടെ പുത്രൻ 2013 33-ാം വയസ്സിൽ BJP ജനറൽ സെക്രട്ടറി ആയത് ആ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്ന സവിശേഷതയോടെയായിരുന്നു. 2004-ലാണ് മേനക ഗാന്ധിയും വരുണും BJPയിൽ ചേർന്നത്. 2004 മുതൽ അമ്മയ്ക്കും 2009 മുതൽ മകനും BJP ടിക്കറ്റ് നൽകി. രണ്ടുപേരും തുടർച്ചയായി ജയിച്ചു. മേനക ആദ്യ മോദി സർക്കാരിൽ മന്ത്രിയുമായി. ഇരുവരെയും BJPയും സംഘപരിവാറും ചേർത്ത് നിർത്തിയതിന് ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പേരിനൊപ്പമുണ്ടായിരുന്ന ഗാന്ധി എന്ന പദം മാത്രമാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്നും രണ്ടുപേരെ അടർത്തിയെടുത്ത് തങ്ങൾക്കൊപ്പം നിർത്തുവാൻ കഴിഞ്ഞത് വലിയ കാര്യമായി BJP കരുതി. ശരിക്കും അതൊരു വലിയ കാര്യവുമായിരുന്നു. ഇന്ത്യയെ ദീർഘകാലത്തോളം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജീവനും ജീവാത്മാക്കളുമായിരുന്ന നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും കുടുംബത്തിൽ നിന്നും രണ്ടുപേരെ സ്വന്തം പാളയത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അത് BJPയുടെ കഴിവ് തന്നെയാണ്. BJPയിൽ അംഗത്വമെടുത്തതിന് പിന്നാലെ അത്ഭുതകരമായ വളർച്ചയായിരുന്നു വരുണിന്റേത്. 2016 മുതൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകാൻ വരുൺ യോഗ്യനാണെന്ന നിലയിലുള്ള ചർച്ചകൾ പോലും നടക്കുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രയാഗ് രാജിൽ നടന്ന BJP ദേശീയ നിർവാഹക സമിതിയുടെ വേദിക്ക് സമീപം മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർക്കൊപ്പം വരുണിന്റെയും മുഖമുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതിന്റെ സൂചനയായിരുന്നു. BJPയുടെ സർവേയിൽ പാർട്ടിക്കുള്ളിൽ വരുണിന് പിന്തുണയുണ്ടെന്ന് ബോധ്യപ്പെട്ടതുമാണ്. അന്ന് പക്ഷേ വരുൺ തഴയപ്പെടുകയുണ്ടായി. താൻ തഴയപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ മിണ്ടാതിരിക്കുവാനല്ല വരുൺ തയ്യാറായത്. അയാൾ BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സ്ഥിരം വിമർശിക്കുവാൻ തുടങ്ങി. കർഷക സമരത്തെ പിന്തുണച്ചു. UP സർക്കാർ മദ്യവിൽപ്പനയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ പരിഹസിച്ചു. രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ ആശങ്കപ്പെട്ടു. എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടിക്കറ്റ് ലഭിച്ചു. 2021 അമ്മയെയും മകനെയും പാർട്ടി ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും ഒഴിവാക്കി. എങ്കിലും അമ്മ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ തിരിഞ്ഞില്ല. കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടിയിരുന്ന ആളുകളായിരുന്നു മേനക ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും. അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളായിരുന്നു ഇരുവരെയും അന്ന് BJP പാളയത്തിലെത്തിച്ചത്. വിമാനാപകടത്തിൽ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ രണ്ടാമനായ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മണ്ഡലമായ അമേഠിയിൽ 1981 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതുവരെ രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്ന സഞ്ജയ് ഗാന്ധിയുടെ ജ്യേഷ്ഠൻ രാജീവ് ഗാന്ധി അവിടെ നിന്നും ലോക്സഭയിലെത്തി. തന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയ പിൻഗാമിയായി അമേഠിയിൽ നിന്നും മത്സരിക്കാനുള്ള മേനക ഗാന്ധിയുടെ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തിരുന്നത് സഞ്ജയ് ഗാന്ധിയാണെന്ന കാര്യത്തിൽ അക്കാലത്ത് അണികൾക്ക് സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ത്യൻ എയർലൈൻസിലെ പൈലറ്റായിരുന്ന മൂത്ത മകൻ രാജീവിനെ അവർ രാഷ്ട്രീയത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. അതിൽ സഞ്ജയ് ഗാന്ധിയുടെ വിധവയായ മേനക ഗാന്ധിക്കും അതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ മുൻപരിചയം ഉണ്ടായിരുന്നവരെ തഴഞ്ഞ് രാജീവിനെ രാഷ്ട്രീയ പിൻഗാമിയായി ഇന്ദിരാഗാന്ധി അവരോധിച്ചതിൽ മേനകയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നതായിരുന്നു വാസ്തവം. ഇന്ദിരയും മേനക ഗാന്ധിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു. 1981 അമേഠി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള തീരുമാനം മേനക ഗാന്ധി സ്വീകരിക്കുകയായിരുന്നു. ലോക്സഭയിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായമായ 25 വയസ്സ് പോലും അന്ന് മേനകയ്ക്ക് തികഞ്ഞിരുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. തനിക്ക് മത്സരിക്കാൻ ഭരണഘടന പോലും ഭേദഗതി ചെയ്യണമെന്ന് മേനക പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ദിര അതിന് തയ്യാറായില്ല. ഒടുവിൽ മേനകയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത് വരെ എത്തിച്ച കുടുംബവഴക്കിന് ശേഷം 1983 മേനക ഗാന്ധി സഞ്ജയ് വിചാർ മഞ്ച് രൂപവൽക്കരിച്ചു. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അവർ അമേഠിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയായി. എന്നാൽ 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയെ അവരുടെ സിഖ് അംഗരക്ഷകർ കൊല്ലപ്പെടുത്തിയതിനു ശേഷം കാര്യങ്ങൾ നാടകീയമായി മാറി. ഇത് രാജീവ് ഗാന്ധി ഇടക്കാല പ്രധാനമന്ത്രിയാകുന്നതിലേക്ക് നയിച്ചു. ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാ സഹതാപ തരംഗം കൂടി രാജീവിന് അനുകൂലമായിരുന്നു. എന്നാൽ മേനക എതിരിടുന്നത് ഒരു MP അല്ല, ഒരു പ്രധാനമന്ത്രിയാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. 1991 രാജീവ് ഗാന്ധി വധത്തിന് ശേഷവും
അമേഠിയിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി തുടർന്നു. രാജീവിന്റെ മരണശേഷം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസനായ സതീഷ് ശർമ്മ 1991-ലും 1996-ലും 2 തവണ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. 1999-ൽ അമേഠിയിൽ നിന്നാണ് സോണിയാഗാന്ധി തന്റെ തിരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ചത്. അമേഠിയിൽ നിന്നും മാറിയ മേനക 1989-ൽ പീലിഭിത്തിൽ നിന്നും ജനതാദൾ പാർട്ടി ടിക്കറ്റിൽ വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 പീലിഭിത്തിൽ BJPയുടെ പരശുറാമിനോട് ജനതാദൾ സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ടു. 1996-ൽ ജനതാദൾ സ്ഥാനാർത്ഥിയായി മണ്ഡലം തിരിച്ചുപിടിച്ചു. 1999-ൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മണ്ഡലം നിലനിർത്തി. ആ തെരഞ്ഞെടുപ്പിൽ 57.94% വോട്ടുകളാണ് അവർ നേടിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ അത് റെക്കോർഡായിരുന്നു. 2004-ൽ BJPയിൽ ചേർന്ന് മേനക BJP സ്ഥാനാർത്ഥിയായി മണ്ഡലം നിലനിർത്തി. 2009-ൽ മണ്ഡലം മകൻ വരുണിന് അവർ കൈമാറി. 2009, 2014, 2019 വർഷങ്ങളിൽ മേനക സുൽത്താൻപൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ മത്സരത്തിൽ 4.19 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വരുൺ ഗാന്ധി വിജയിച്ചത്. 2014-ലും 2019-ലും മികച്ച ജയം ആവർത്തിച്ചു. 2.44 ലക്ഷമായിരുന്നു കഴിഞ്ഞതിന് മുൻപത്തെ ഭൂരിപക്ഷം. പീലിഭിത് മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിയായ വരുണിന് തടയുന്ന കാഴ്ചയായിരുന്നു എല്ലാവരും കണ്ടത്. മണ്ഡലത്തിൽ വരുൺ ഗാന്ധി പ്രചാരണം തുടങ്ങിയതിനു ശേഷമാണ് വരുണിന് സീറ്റ് നിഷേധിച്ചത്. മേനകയുടെ മകന് സീറ്റ് നൽകില്ലെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി സീറ്റ് നിഷേധിച്ചാലും മത്സരിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു വരുണിന്റെ നീക്കം. മണ്ഡലത്തിൽ സ്വതന്ത്രമായി B ഗ്രേഡ് ഉണ്ടാക്കിയായിരുന്നു പ്രചരണം. വരുണിനെ SP ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നതിൽ തന്റെ പാർട്ടി വിമുഖത കാണിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അന്ന് വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് നേതാക്കളും ബന്ധുക്കളുമായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായും മികച്ച ബന്ധമാണ് വരുണിനുള്ളത്. ഏറെക്കാലമായി BJPയുടെ പാർട്ടി വേദികളിൽ ഒട്ടും സജീവമല്ല വരുൺ ഗാന്ധി. വരുൺ ഗാന്ധിയുടെ സമീപകാല പ്രസ്താവനകളെല്ലാം അദ്ദേഹം പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്ന സൂചന നൽകുന്നതാണ്. വരുൺ ഗാന്ധി സ്വന്തം പാർട്ടിയുടെ നയങ്ങളെയും നടപടികളെയും തുറന്നു വിമർശിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം പങ്കെടുത്തേക്കും എന്ന തരത്തിൽ പോലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വരുൺ ഗാന്ധി കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിന് സാധ്യത നേടുകയാണോ എന്ന് പലരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. 3 വർഷത്തിലേറെയായി പ്രമുഖ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിൽ BJPയോടുള്ള അദ്ദേഹത്തിന് രോക്ഷം പ്രകടമാണ്. BJPയിൽ ഇനി തനിക്ക് ഭാവിയില്ല എന്ന് വരുൺ ഗാന്ധിക്ക് ബോധ്യമുണ്ട്. തന്റെ മാതൃപാർട്ടിയായ കോൺഗ്രസിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുമോ എന്നതാണ് പ്രധാനമായും ഇന്നുയരുന്ന ചോദ്യം. കോൺഗ്രസിലല്ലാതെ മറ്റൊരു പാർട്ടിയിലും അദ്ദേഹത്തിന് ദേശീയ വ്യക്തിത്വം നിലനിർത്താൻ സാധിക്കില്ല. എങ്കിലും NCP, തൃണമൂൽ കോൺഗ്രസ്, SP എന്നിവ അദ്ദേഹത്തിന്റെ 2ാം ഓപ്ഷനായി ഉണ്ടായിരിക്കാനാണ് സാധ്യത.